എന്താണ് ഈ പുല്ല് പറിച്ചു കളയാത്തത്? വീട്ടിൽ വരുന്ന എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇത് വെറും പുല്ലല്ല. ക്രിസ്മസിന് പുൽക്കൂടുണ്ടാക്കിയപ്പോ കളറാക്കാൻ വേണ്ടി കിളിപ്പിച്ച തിനയാണ്. പുൽക്കൂട് മാറ്റി കഴിഞ്ഞിട്ടും ഇത് പറിച്ചില്ല. എവിടെ വരെ പോകുമെന്ന് അറിയാനായിട്ടായിരുന്നു. നെല്ല് പോലെ വളർന്ന് കതിര് വന്നു. കതിര് വിളഞ്ഞ് റെഡിയായപ്പോ നമ്മുടെ ലവ് ബേർഡ്സിന് കൊടുത്താലോ എന്നാലോചിച്ചു. കടയിൽ നിന്ന് മേടിക്കുന്ന തിന തിന്നുന്ന ഇവർക്ക് ഇത് ഇഷ്ടപ്പെടുവോ എന്നൊരു ഡൗട്ട്. പ്രത്യേകിച്ച് ഇതിലെ ചെറിയ മുള്ളു പോലുള്ള ഐറ്റം നാക്കിലോ വല്ലതും കൊണ്ടാലോ. ഇത്രയും ചെറിയ തിനവിത്ത് ഓരോന്നും പൊളിച്ച് ഉമി കളഞ്ഞു തിന്നുന്ന എക്ലിക്കും ഓറയ്ക്കും ഇതൊക്കെ നിസ്സാരമാണെന്ന് അങ്കിള് പറഞ്ഞു. ഉമി വയറ്റിൽ ചെന്നാൽ ദഹിക്കത്തില്ല. അതുകൊണ്ടാണ് ഒരുമാതിരി മുട്ടായി കടലാസ് കളയുന്ന പോലെ കൃത്യമായിട്ട് അത് കളഞ്ഞു കഴിക്കുന്നത്. കുറച്ച് കതിര് മുറിച്ചെടുത്ത് കൂടിനകത്തുകൊണ്ട് കെട്ടിവെച്ചു. എക്ലി ആദ്യം വന്ന് അതിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ഇലയിൽ കൊത്തിയതല്ലാതെ വലിയ മൈൻഡ് കാണിച്ചില്ല. ഓറ ആ ഭാഗത്തോട്ടേ വന്നില്ല. പക്ഷെ ഞങ്ങള് പോയി കുറച്ചു കഴിഞ്ഞ് വന്നപ്പോ കതിരെല്ലാം കാലിയായി. വീണ്ടും കതിര് കൊടുത്ത് ക്യാമറ സെറ്റാക്കി എക്ലി ആഘോഷിക്കുവാണ്. ഓരോ വിത്തും പറിച്ച് പൊളിച്ചു തന്നെയാണ് തീറ്റ. ഓറ ഇടയ്ക്ക് വന്ന് തിന്നെങ്കിലും ആവേശം കുറവാണ്. എക്ലിക്ക് റെസ്റ്റേ ഇല്ല. ഏതാനും മിനിറ്റ് കൊണ്ട് അടുത്ത കതിരുകളും കാലിയായി. ഇവന്മാരെ ശരിക്കും ഇവിടേക്ക് ഇറക്കി വിടണം. ഈ മരത്തിന്റെ കൊമ്പത്ത് വന്നിരുന്ന് ഇടയ്ക്ക് താഴോട്ട് പറന്നുപോയി തിന തിന്നുന്ന സീൻ ആലോചിക്കുമ്പോ സൂപ്പറാണ്. പക്ഷെ നടക്കത്തില്ല. തുറന്നു വിട്ടാൽ എക്ലിയും ഓറയും പറക്കും. അതുകൊണ്ട് അകത്ത് തന്നെ കിടക്കട്ടെ. ഈ തോട്ടം കാലിയാവുന്നവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രഷ് തീറ്റ അവിടെ എത്തിച്ചു കൊടുക്കാം.